ഹലോ. ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ഫുജിഷ്ക ERPയിൽ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ സെയിൽസ് ചെയ്യാന്നുള്ളതാണ്. ആദ്യം തന്നെ നമ്മൾ ട്രാൻസാക്ഷൻസിൽ പോവാം. ഇതിൽ നമുക്ക് സെയിൽസ് എന്നുള്ള ഓപ്ഷൻ കാണും. ഇതിൽ ക്വിക്ക് സെയിൽസിൽ പോയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇവിടെ കസ്റ്റമറിനെ സെർച്ച് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും അവരുടെ ക്രെഡിറ്റ് ലിമിറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ അത് ഡിസ്പ്ലേ ചെയ്ത് വരും. പിന്നെ അതിനുശേഷം നമ്മൾ ഇൻവോയ്സ് ടൈപ്പ് ഏതാണോ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ കസ്റ്റമൈസ് ടേബിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ബാർകോഡോ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഇനി ആ ഒരു കോളം ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് ആഡ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്താൽ നമുക്കിവിടെ കാണാം ഐറ്റം ഡിസ്കൗണ്ട്, അതുപോലെ തന്നെ ഡിസ്കൗണ്ട് എന്നുള്ള എല്ലാ ഓപ്ഷൻസും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊന്നില്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് കോഡ് വെച്ചിട്ട് സെർച്ച് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് മാനുവലായിട്ട് ഐറ്റം നെയിം വെച്ചിട്ട് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി ആ ഒരു പ്രൊഡക്റ്റിന് വാട്ടർ എന്നുള്ള പ്രൊഡക്റ്റിന് എത്രയാണ് സ്റ്റോക്ക് ഉള്ളത്, അതുപോലെ തന്നെ നമുക്ക് ഹിസ്റ്ററി എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹിസ്റ്ററി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിൽ എത്ര സെയിൽ നടന്നിട്ടുണ്ട്, എത്ര സെയിൽസ് റിട്ടേൺ നടന്നിട്ടുണ്ട്, എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടും നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. അതിനുശേഷം നമ്മൾ ബാക്കിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഇതിൻ്റെ ഗ്രാൻഡ് ടോട്ടലും കാര്യങ്ങളും കാണാൻ പറ്റും. പിന്നെ നമ്മൾ താഴേക്ക് പോയാൽ നമുക്കിവിടെ പേയ്മെൻറ്റ് ടൈപ്പ് ക്യാഷ് ആണോ ക്രെഡിറ്റ് ആണോ, ബാങ്ക് അല്ലെങ്കിൽ കാർഡ് അല്ലെങ്കിൽ ബോത്ത് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബിൽ ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് സേവ് ആൻഡ് പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇൻവോയ്സ് നമുക്ക് ജനറേറ്റ് ആയി കിട്ടും. ഇതിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ടെംപ്ലേറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ കൺവീനിയൻ്റ് ഉള്ളത് ആ ഒരു ടെംപ്ലേറ്റ് നമുക്ക് ചൂസ് ചെയ്തിട്ട് അതിൽ നമുക്കിവിടെ ഹെഡറും അതുപോലെ തന്നെ ഫൂട്ടറും നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇത്രയാണ് നമുക്ക് ബേസിക്കലി ഈ ഒരു ഫുജിഷ്ക ERPയിൽ സെയിൽസിൻ്റെ കേസിൽ വരുന്നത്.